ശ്രീ അരുൺകുമാർ, താങ്കൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് നമ്മൾ നിയമസഭയിലെ ചർച്ചയിലും കേട്ടതെന്നാണ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പറയുന്നുണ്ട്, പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്, മറ്റു മന്ത്രിമാർ പറയുന്നുണ്ട്, നേതാക്കൾ പറയുന്നുണ്ട്. എല്ലാവരും അവരവർക്ക് തോന്നുന്ന നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. സത്യം സത്യമായി പറയുന്നവനായി രാജാക്കന്ന്. ഇതിൽ ലഹരിമരുന്ന് വ്യാപനം എന്ന് പറയുന്നത് ഒരു നിയമപരമായ പ്രശ്നമാണ്. ലഹരിമരുന്ന് നിരോധിക്കപ്പെട്ട സ്ഥലമാണ് കേരളവും നമ്മുടെ രാജ്യവുമൊക്കെ. ലഹരിമരുന്ന് നിയമപരമായി നിരോധിക്കപ്പെട്ട സ്ഥലമാണ്. നിയമപരമായി നിരോധിക്കപ്പെട്ട ഒരു വസ്തു കേരളത്തിൽ ഉടനീളം സുലഭമാണെങ്കിൽ അതിനാദ്യം മറുപടി പറയേണ്ടത് ആരാണ്? ഇപ്പോ മാഗ്നിറ്റ്യൂഡ് ഓഫ് സബ്സ്റ്റാൻസസ് യൂസ് ഇൻ ഇന്ത്യ 2019 രാജ്യത്ത് വന്ന ഏറ്റവും വലിയ പഠന റിപ്പോർട്ടാണ്. ഈ പഠന നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? റിപ്പോർട്ടിൽ മയക്കുമരുന്നിന്റെ ഉപഭോഗം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. അതുപോലെ തന്നെ ലഹരി ഉപഭോഗം, മയക്കുമരുന്നല്ല മറ്റു ലഹരികളുടെയും ഉപഭോഗത്തിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. അതിനൊന്നും ഇല്ലേ? 2024 25,000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഈ ഇന്ത്യയിൽ പിടിച്ചിരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ അതിൽ പിടിച്ചിരിക്കുന്ന 100 കോടിയിൽ താഴെ, അതായത് 25,000 കോടി രൂപയിൽ 24,900 കോടി രൂപയും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് മയക്കുമരുന്നിന്റെയും മറ്റു ലഹരികളുടെയും ഉപഭോഗമുള്ള സംസ്ഥാനം കേരളമാണ്. രാജ്യത്ത് തന്നെ അതിന്റെ വർധനവ് 2023 കേരളത്തിലെ കുട്ടികളുടെ കയ്യിൽ ലഹരിമരുന്ന് എത്തുന്നു. സ്കൂളുകളിൽ പോലും തൊട്ടടുത്ത് ലഹരിമരുന്ന് വ്യാപകമാണെന്ന് താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞു. എല്ലായിടത്തും ലഹരിമരുന്ന് വ്യാപകമാണെന്ന് ഇന്ന് സഭയിൽ മുഖ്യമന്ത്രി അടക്കം എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. താങ്കൾ ഇപ്പോൾ പറയുന്ന ഈ താരതമ്യ കണക്കുകളുണ്ടല്ലോ, അത് കേരളത്തിലെ അമ്മമാർ എന്ത് ചെയ്യണം? ആ കണക്ക് കൊണ്ട് അവരെന്ത് ചെയ്യണം? ഇന്ത്യയിൽ എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ എല്ലാവരും ജാഗ്രതയോടുകൂടി ഇടപെടണം. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉണർന്നു പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനമായി കേരളം മാറുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനമായതുകൊണ്ട് ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നും ഇനിയും ഈ കഴിഞ്ഞ ഒരു മാസം മുഴുവൻ ലഹരി മരുന്നിന്റെ പേരിൽ കണ്ണീര് കുടിച്ച കുടുംബങ്ങളിലെ അമ്മമാരെന്ത് ചെയ്യണം, അച്ഛന്മാരെന്ത് ചെയ്യണം, ആ കുടുംബങ്ങളിലെ അംഗങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ഈ കണക്കുകൊണ്ട് ശ്രീ അരുൺകുമാർ ഒന്ന് പറഞ്ഞു തരാമോ? ഉത്തരം പറ. ചില സിനിമകളുണ്ട്, ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്ന, ഏറ്റവും കൂടുതൽ ആക്രമണം സംഘടിപ്പിക്കുന്ന ആള് ഹീറോയായി മാറുന്ന സിനിമയ്ക്ക് വലിയ പ്രചരണം കിട്ടുകയാണ്. സിനിമയുടെ തലയിൽ മാത്രം എത്രയോ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. സിനിമയിൽ അക്രമവാസന പ്രോത്സാഹിപ്പിക്കുന്നു. അത് കാണുന്നതോടുകൂടി എല്ലാവരും അത് ഹീറോയെ ഏറ്റെടുക്കുന്നു. രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രാഷ്ട്രീയത്തിൽ അക്രമം നടത്തുകയും രാഷ്ട്രീയ കൊലപാതകം നടത്തുകയും ചെയ്ത് ജയിലിൽ പോകുന്നവരെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? സിനിമയിൽ ഈ വില്ലത്തരം കാണിക്കുന്നവരെ ഹീറോ ആക്കുന്നു എന്ന് പരിതപിക്കുന്ന താങ്കളും ഇന്ന് താങ്കളുടെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കുള്ളിലും അക്രമം കാണിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി അക്രമം നടത്തുന്നവരോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? നിങ്ങൾ അക്രമവാസനയെ പ്രോത്സാഹിപ്പിക്കുകയാണോ നിരുത്സാഹപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? ഞാൻ എന്താ ചെയ്യേ? താങ്കൾ മറ്റു കണക്ക് പറയാൻ അനുവദിക്കാതെ മറുചോദ്യം കണക്ക് കൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് താങ്കൾ മറുപടി പറഞ്ഞാൽ ഞാൻ ഇടപെടില്ല. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ടപൂജ്യം. ഈ കണക്കുകൾ കൊണ്ട് ഈ ദിവസങ്ങളിൽ മുഴുവൻ കേരളത്തിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ, ലഹരി മരുന്ന് ഇടപെട്ടുണ്ടായ സംഭവങ്ങളിൽ, ഇപ്പോൾ തൊട്ടടുത്ത് എന്റെ നാട്ടിലാണ് ഇപ്പോൾ വന്ന വാർത്ത, അനുജൻ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയതിന് സഹോദരനെ വെട്ടി പരിക്കേൽപ്പിച്ചു, മാരകമായി പരിക്കേറ്റിരിക്കുകയാണ്. ഈ കണക്ക് കൊണ്ട് എന്ത് ചെയ്യണം ശ്രീ അരുൺകുമാർ? കേരളത്തെക്കാൾ കൂടുതൽ ക്രൈം നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണെന്നോ പഞ്ചാബിലാണെന്നോ അറിഞ്ഞിട്ട് കേരളത്തിലെ മനുഷ്യർ എന്ത് ചെയ്യണം? നിങ്ങൾ എന്താണ് പറയുന്നത്? ഈ സമയത്ത് നോക്കൂ, പഞ്ചാബിൽ കുറച്ചുകൂടി കൂടുതലാണ് മയക്കുമരുന്ന് പിടിച്ചത്, ഇവിടെയാണ് കൂടുതൽ എന്ന് അറിഞ്ഞതുകൊണ്ട് ഇന്ന് അക്രമം നേരിട്ട മനുഷ്യരുടെ ബന്ധുക്കൾ എന്ത് ചെയ്യണം? നാളെ ഇത് പേടിക്കുന്ന അമ്മമാരെന്ത് ചെയ്യണം? എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. ഒന്ന്, സമൂഹത്തെ നന്നായിട്ട് ബോധവൽക്കരിക്കണം. ഇത് നിരോധിക്കപ്പെട്ട വസ്തുവാണെന്നും ഇത് ഉപയോഗിക്കുന്നതും കൈവശം വയ്ക്കുന്നതും ഇത് പ്രചരിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇത്തരം ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നത് തെറ്റാണെന്നും ഗുരുതരമായിട്ടുള്ള സമൂഹത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യമാണെന്ന പൊതുബോധം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം.